Dear students, have a nice time. Yesterday we studied about infinite limits. That is, if limit extends to a plus f of x equal to infinity, or limit extends to a minus f of x equal to infinity or minus infinity, we say that the function has infinite limits at x equal to a, and the vertical line x equal to a is called the vertical asymptote of the curve. Now we will see what is meant by limits at infinity. So ഇവിടെ തന്നിരിക്കുന്ന y equal to p of t എന്ന curve പരിശോധിച്ചാൽ ഇവിടെ t value 10 to infinity ആവുന്ന സമയത്ത് what happens to p of t? p of t യുടെ വാല്യൂസ് ആക്ച്വലി 400ന്റെ അടുത്തേക്ക് കൺവേർജ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. സോ അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് t tend to infinity p of t equal to 400. So this function has a limit at infinity. So let us define limit at infinity. Limit of a function at infinity. Let f be a function that is defined on an interval a infinity. Then the limit of f of x as x approaches infinity is the number L written limit x tend to infinity f of x equal to L if all the values of f can be made arbitrarily close to L by taking x to be sufficiently large. Suppose this is a point L, then we have a function y equal to f of x. So as x tends to infinity, the value of the function approaches L. Then we say that limit x tend to infinity f of x equal to L. That is, this function has a limit at infinity. The രണ്ട് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. ഈ രണ്ട് കേസിലും ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എൽ ആണ്. ഇതുപോലെ നമുക്ക് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് നെഗറ്റീവ് ഇൻഫിനിറ്റി കൂടെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി എ. Then the limit of f of x as x approaches negative infinity is the number L written limit x tends to minus infinity f of x equal to L. If all the values of f can be made arbitrarily close to L by taking x to be sufficiently large in absolute value and negative. അതായത് എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ എൽ എന്ന നമ്പറിനോട് അടുത്തടുത്ത് വരാം. ഈ രണ്ട് കേസിലും അത്തരത്തിലാണ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ലിമിറ്റ് എക്സ് ടെൻസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ഇൻഫിനിറ്റ് ലിമിറ്റ്സിൻ്റെ കേസിൽ നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഡിഫൈൻ ചെയ്തതുപോലെ ലിമിറ്റഡ് ഇൻഫിനിറ്റിയുടെ കേസിൽ നമുക്ക് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ് ആണ് ഡിഫൈൻ ചെയ്യാനാവുക. നമ്മളിവിടെ കാണിച്ച രണ്ട് എക്സാമ്പിൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ y ഈക്വൽ ടു എൽ എന്ന ഹൊറിസോണ്ടൽ ലൈന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കർവ് ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് അസിംപ്റ്റോട്ടിക് ആയിട്ടാണ് വരുന്നത്. അസിംപ്റ്റോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞു, ഇറ്റ് ടച്ചസ് ദ കർവ് അറ്റ് ഇൻഫിനിറ്റി. ദ കർവ് ടച്ചസ് ദ സ്ട്രേറ്റ് ലൈൻ അറ്റ് ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ദിസ് കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദിസ് ലൈൻ എന്ന് പറയും. ടച്ച് ചെയ്യുന്നില്ല, അത് ടച്ച് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ് എന്നുള്ളൊരു നോഷനിലാണ് നമ്മൾ പറയുന്നത്. ദെൻ ദിസ് കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദിസ് ലൈൻ എക്സ് ഈക്വൽ ടു എൽ. സോ ലിമിറ്റ് എക്സ് ടെൻഡ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിലും ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിലും വൈ ഈക്വൽ ടു എൽ എന്ന ഹൊറിസോണ്ടൽ ലൈന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അസിംപ്റ്റോട്ടിക് ടു ദ ഗിവൺ കർവ്. സോ ദാറ്റ് ലൈൻ വൈ ഈക്വൽ ടു എൽ ഇസ് കോൾഡ് ദ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. സോ ഹിയർ വി ഹാവ് ദ ഡെഫിനിഷൻ. The line y equal to L is a horizontal asymptote of the graph of a function f if limit x tends to infinity f of x equal to L or limit x tends to negative infinity f of x equal to L. Vertical asymptote കേസിൽ നമ്മൾ പറഞ്ഞത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആണ് എങ്കിൽ എക്സ് ഈക്വൽ ടു എ ആണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഡിഫൈൻ ചെയ്ത പ്രകാരം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണ് എങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്നത്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്, അതായത് വൈ ഈക്വൽ ടു എൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. So here we have an example. Find limit x tends to infinity 1 by x minus 1 and limit x tends to minus infinity 1 by x minus 1 and the horizontal asymptote of the graph of the function f of x equal to 1 by x minus 1.
ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ ലിമിറ്റ്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x-1 ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/x-1. ഓക്കെ, സോ 1/f of x equal to 1/f of x-1 എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x-1 ടെൻഡ് ടു 0. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. വൈ വാല്യൂ കുറഞ്ഞു വന്നിട്ട് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് വൈ വാല്യൂ 0യിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ദിസ് ലിമിറ്റ് ഈക്വൽ ടു 0. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/x-1. എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴും നമ്മളുടെ 1/x-1 എന്ന കർവ് 0യിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെ കുറഞ്ഞു വന്ന് അത് 0യിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. സോ ദിസ് ലിമിറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. സോ ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x-1 ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/x-1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വി കൺക്ലൂഡ് ദാറ്റ് this is y, y equal to 0 is a horizontal asymptote of f. This is the line y equal to 0, our x-axis. It is a horizontal asymptote of given function. പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു തിയറം ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് r greater than 0 be a rational number, then limit x tend to infinity 1/x to the power r equal to 0. Also, if x raised to r is defined for all x, then limit x tends to negative infinity 1/x raised to r equal to 0. r എന്നത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ് എങ്കിൽ 1/x to the power r എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എക്സ് റേസ് ടു r ആക്ച്വലി ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നു. സോ 1/∞ ഫോമിലാണ് ഇവിടെ വരിക, അത് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x to the power r 0 ആണ്. ഇനി എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് എക്സിന് നമുക്കൊരു നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ -2 സംതിങ്, -2 റേസ് ടു r ഡിഫൈൻഡ് ആവുന്ന കേസിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എക്സ് റേസ് ടു r ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ എക്സ്. ആ കേസിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി 1/x റേസ് ടു r ചെയ്താൽ അതും 0 ആയിരിക്കും. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. So here we have an example again. F of x equal to 2x square minus x plus 1 divided by 3x square plus 2x minus 1. We have to find limit x tends to infinity f of x and limit x tends to negative infinity f of x. And then we have to find the horizontal asymptotes of the graph of this function. So limit at infinity കാണണമെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഇതുപോലുള്ള റാഷണൽ ഫങ്ഷൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും നോക്കിയാൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണ് വന്നത് എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഹയസ്റ്റ് പവർ x² ആണ്, 2 ആണ് വരുന്നത്. സോ യു ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ x². സോ 2x² by x² is 2 minus x by x² is 1/x plus 1/x² divided by 3 plus 2/x minus 1/x². നോ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കോഷ്യൻറ്റിനെ എങ്ങനെ മാറ്റി എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഡിനോമിനേറ്റർ. കാരണം ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് നോക്കിയാൽ അത് 0 ആവില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ഓക്കെ, ഇനി ലിമിറ്റ് ഓഫ് എ സം ഓർ ഡിഫറൻസ് ഈക്വൽ ടു സം ഓർ ഡിഫറൻസ് ഓഫ് ദ ലിമിറ്റ്. സോ ലിമിറ്റിനെ നമുക്ക് ഈ ഓരോ ഫംഗ്ഷൻസിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x². And also as the denominator also limit x tends to infinity 3 plus limit x tends to infinity 2/x minus limit x tends to infinity 1/x². നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ തിയറം പ്രകാരം എക്സ് ടു ദ പവർ ഏതൊരു പോസിറ്റീവ് റാഷണൽ നമ്പർ എഴുതിയാലും അതിൻ്റെ ലിമിറ്റ് 1/x² അല്ലെ 1/x റേസ് ടു r ലിമിറ്റ് 0 ആണ് ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് ലിമിറ്റ് ബിക്കംസ് 0, ദിസ് ബിക്കംസ് 0, ദിസ് ബിക്കംസ് 0 and this also becomes 0. What remains is limit x tends to infinity 2 divided by limit x tends to infinity 3. Here there is no function involving x, so the limit becomes a constant function, so limit is 2 itself. So 2/3 is the answer. So limit x tends to infinity, this function equal to 2/3. So this limit exists and the limit equal to 2/3. So we can conclude that y equal to 2/3 is a horizontal asymptote. Similarly, we have to find limit x tends to minus infinity the given function. x tends to minus infinity കൊടുത്ത് നോക്കിയാലും ഇവിടെ ആകെ ഒരു ചേഞ്ച് വരുന്നത് ഈ ലിമിറ്റ്സ് എഴുതിയ സ്ഥലത്ത് ഇവിടെയെല്ലാം x tends to negative infinity ആകും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. So in that case also all these limits tend to 0 and the limit is actually equal to 2/3 itself.
So we may conclude that limit x tends to negative infinity f of x is also equal to 2 by 3. So y equal to 2 by 3 is a horizontal asymptote of the given function. Another problem. Find the horizontal asymptotes of the graph of the function f of x equal to 3x divided by square root of x square plus 1. നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെക്ക് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ ഹയസ്റ്റ് പവർ വരുന്നത് എത്രയാണെന്ന് ശ്രദ്ധിക്കാം. മുകളിൽ 1 ആണ്, താഴെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ആണ്. സോ ആക്ച്വലി എക്സ് റേസ് ടു 1 തന്നെ ഇഫക്റ്റിൽ വരുന്നുള്ളൂ. സോ യു ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എക്സ്. സോ വാട്ട് റിമെയിൻസ് ഇസ് 3 ഡിവൈഡഡ് ബൈ 1 ബൈ എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം എടുക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. അതായത് നമുക്ക് ആദ്യം കാണേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ആണ്. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് എക്സിൻ്റെ പോസിറ്റീവ് വാല്യൂസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ വി കൺസിഡർ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അതേസമയം എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ചെയ്താൽ നമുക്ക് ആൻസർ നെഗറ്റീവ് എക്സ് എന്നാണ് ലഭിക്കുക. പക്ഷേ സ്ക്വയർ റൂട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് റൂട്ട് എക്സ് ഇസ് ഓൾവേസ് പോസിറ്റീവ് എന്ന രീതിയിലാണ്. അതുകൊണ്ട് എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് എന്ന് നമ്മൾ എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ എക്സ് നെഗറ്റീവ് 5 ആണെന്ന് വിചാരിക്കാം. നമ്മൾ നെഗറ്റീവ് 5ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 25 ആണ് ലഭിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 25 നമ്മൾ എഴുതുന്ന സമയത്ത്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് -5 സ്ക്വയർ ആണ് നമ്മൾ എഴുതുന്നത്. ആക്ച്വലി നമുക്ക് ആൻസർ വേണ്ടത് 5 എന്നാണ്. കാരണം സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അത് പോസിറ്റീവായിട്ടാണ് ആൻസർ ലഭിക്കുക. പക്ഷേ ഈ 5 എന്ന് പറയുന്നത് എക്സിന് ഈക്വൽ അല്ല. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ആണ്. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ക്വയർ റൂട്ട് 5 എന്നാണ്. 5 എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആയാൽ മാത്രമേ ഇക്വേഷൻ ശരിയായി വരുള്ളൂ. സോ എക്സ് നെഗറ്റീവ് 5 എടുത്താൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -5 സ്ക്വയർ ആണ്. പക്ഷേ റൂട്ടായിട്ട് എഴുതുന്ന സമയത്ത് ആൻസർ നമുക്ക് 5 എന്നാണ് ലഭിക്കുക. സോ 5 എന്ന് പറയുന്നത് -x എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അതുപോലെ നമ്മൾ ജനറലായിട്ട് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആണ്. സോ നമ്മൾ ഈ കേസിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തത് കൊണ്ട് എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്തെഴുതാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. എക്സിന് പകരം നമുക്ക് റൂട്ട് എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേസമയം എക്സ് ലെസ് ദാൻ 0 ആയിരുന്നെങ്കിൽ -റൂട്ട് എക്സ് സ്ക്വയർ എന്നായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, സോ എക്സിന് പകരം ഞാനിവിടെ റൂട്ട് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ ആണ്. സോ നമുക്ക് എക്സ് സ്ക്വയറിനെ ഒന്നിച്ച് എഴുതിയാൽ 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. സോ വി ഹാവ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഇൻ ദ ഡിനോമിനേറ്റർ. ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി? Clearly, when x tends to infinity, this expression 1 by x square tend to 0. 1 by x to the power r tend to 0 as x tends to infinity for any r greater than 0. So 1 by x square 0 ലേക്ക് ടെൻഡ് ചെയ്യും. ബാക്കി നമുക്ക് ഉണ്ടാവുക 3 ഡിവൈഡഡ് ബൈ റൂട്ട് 1 എന്നാണ്. അതായത് 3 by 1 that's equal to 3. So we have limit x tends to 3 f of x equal to 3. ഇതുപോലെ നമ്മൾ ലിമിറ്റ് x tends to നെഗറ്റീവ് ഇൻഫിനിറ്റി f of x കാണാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കാം. സോ ആകെ ഡിഫറൻസ് ഉണ്ടാവുക ലിമിറ്റ് എക്സ് ടെൻസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ആവുന്ന സമയത്ത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ എഫ് ഓഫ് എക്സ് എഴുതുകയാണെങ്കിൽ, സോ വി ഹാവ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു മുകളിലും താഴെയും. സോ വി ഹാവ് 3 ഡിവൈഡഡ് ബൈ 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് ലഭിക്കും. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ എക്സ്പ്ലനേഷൻ പ്രകാരം നമ്മളിവിടെ എക്സ് ടെൻസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് എക്സ് ലെസ് ദാൻ 0 എന്നാണ് കൺസിഡർ ചെയ്യേണ്ടി വരിക. സോ 1 ബൈ എക്സിന് പകരം നമുക്ക് എഴുതാവുന്നത്, സോ ദിസ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3 ഡിവൈഡഡ് ബൈ 1 ബൈ എക്സിന് പകരം നമ്മൾ -1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ എന്ന് എഴുതേണ്ടി വരും. കാരണം റൂട്ട് എക്സ് സ്ക്വയർ ചെയ്താൽ -x ആണ് നമുക്ക് ലഭിക്കാം. into root of x square plus 1. So this may be written as limit x tends to negative infinity ആണ്. negative infinity -3 divided by square root of 1 plus 1 by x square എന്നായിട്ട് മാറും. So here the limit of the function 1 by x square, this tend to 0. Therefore numerator becomes -3 and denominator become 1. So the answer is -3. So let us have some problems. Find the horizontal and vertical asymptotes of the graph of the function.
ഗ്രാഫ് വരയ്ക്കാതെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം വാസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്, അതായത് ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, സോ വി നോട്ടീസ് ദാറ്റ് വെൻ എക്സ് ടെൻസ് ടു -2 ദിസ് ഫംഗ്ഷൻ ടെൻഡ് ടു ഇൻഫിനിറ്റി. സോ ഹിയർ വി ഹാവ് limit x tends to -2 f of x equal to limit x tends to -2 1 by x plus 2 and this equal to infinity. So we conclude that x equal to -2 is a vertical asymptote. Now we have to find the horizontal asymptotes of the graph. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ് ലഭിക്കണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സുമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 by x plus 2. So this is actually equal to 0 because as x tends to infinity, denominator grows to a larger value and the numerator is a constant. So 1 by infinity type, this is equal to 0. So limit x tends to f of x tends to infinity f of x exists and it is equal to 0. So we may conclude that y equal to 0 is a y എന്ന് പറഞ്ഞ f of x equal to 0. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് f of x equal to 0 or y equal to 0 is a horizontal asymptote. Y equal to 0 is the horizontal asymptote of the given graph. ഇവിടെ x tends to negative infinity f of x ചെയ്താലും നമുക്ക് 0 തന്നെയാണ് ലഭിക്കുന്നത് ആൻസർ. സോ y equal to 0 എന്ന ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് മാത്രമേ ഇവിടെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ചില കേസിൽ നമ്മൾ x tends to infinity x tends to negative infinity എടുത്താൽ സെപ്പറേറ്റ് ആയിട്ട് ആൻസേഴ്സ് ലഭിക്കാറുണ്ട്. സോ ഈ കേസിൽ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇതുകൂടെ പറയാം, ലിമിറ്റ് x tends to negative infinity f of x ചെയ്താലും നമുക്ക് 0 തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് മാത്രമേ ഇവിടെ കർവിന് കാണുന്നുള്ളൂ. Another problem 53. f of x is equal to 2x divided by x square minus x minus 6. First of all, we factorize the denominator. So it becomes 2x divided by x minus 3 into x plus 2. Okay, so it becomes x square minus 3 plus 2. That is minus x minus 3 into 2 minus x. Okay, so we can factorize the denominator like this. സോ നമ്മൾ ഈ ഫംഗ്ഷൻ നോക്കിയാൽ നമുക്കറിയാം എക്സ് 3 ആവുന്ന സമയത്തും എക്സ് -2 ആവുന്ന സമയത്തും ഡിനോമിനേറ്റർ 0 ആയിട്ട് മാറും. സോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് കാണണമെങ്കിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതായിരുന്നു. 3 എന്ന ഒരു നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എക്സ് വാല്യൂസ് 3യുടെ അടുത്തേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഏത് വാല്യൂയുടെ അടുത്തേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ റൈറ്റ് സൈഡിലുള്ള പോയിൻറ്റ്സിലൂടെയാണ് എക്സ് വാല്യൂസ് 3യുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ 3ക്ക് ശേഷമുള്ള ഇവിടെയുള്ള ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 3.5 നിങ്ങൾ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കാണുന്ന ഫംഗ്ഷൻ, അതായത് 2x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന ഫംഗ്ഷൻ ആ സമയത്ത് എന്ത് വാല്യൂവിൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആക്ച്വലി ഇൻഫിനിറ്റി ആയിട്ട് മാറും എന്നുള്ളത് നമുക്കറിയാം, കാരണം ഇവിടെ എക്സ് 3 ആവുന്ന സമയത്ത് ഡിനോമിനേറ്റർ 0 ആയി മാറുന്നുണ്ട്. അതുകൊണ്ട് ഫംഗ്ഷൻ ആക്ച്വലി ഇൻഫിനിറ്റിയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണോ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മൾ ഈ കാണുന്ന 3.5 എന്ന വാല്യൂ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പോസിറ്റീവാണോ നെഗറ്റീവാണോ വരുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. 2x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ, എക്സ് മൈനസ് 3 ഉണ്ട്, എക്സ് പ്ലസ് 2 ഉണ്ട്. ഇത് ഓരോന്നിനും നമ്മൾ എക്സിന് 3.5, അതായത് റൈറ്റ് സൈഡിൽ നിന്നാണ് 3യുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ 3ക്ക് ശേഷമുള്ള നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇഷ്ടമുള്ള നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് 3.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. സോ 2 ഇൻറ്റു എക്സ് ചെയ്താൽ അത് പോസിറ്റീവാണ് ലഭിക്കുന്നത്. എക്സ് മൈനസ് 3 എന്നത് 3.5 മൈനസ് 3 0.5 ആണ്, അത് പോസിറ്റീവാണ്. എക്സ് പ്ലസ് 2 ചെയ്താൽ അതും പോസിറ്റീവാണ്. സോ ആക്ച്വലി 2x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ചെയ്താൽ ഇഫക്റ്റിൽ പോസിറ്റീവാണ് ലഭിക്കുക. So we may conclude that limit x tends to 3 plus f of x equal to plus infinity.
ഇനി നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ 3 വീണ്ടും ലൊക്കേറ്റ് ചെയ്യുന്നു. 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എക്സ് വാല്യൂസ് 3യുടെ അടുത്തേക്ക് വരുന്നത്. സോ ലെഫ്റ്റ് സൈഡിലുള്ളൊരു നമ്പർ, ഫോർ എക്സാമ്പിൾ 2.5 ഞാൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. സോ എക്സിന് 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണോ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണോ ടെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2x എന്ന് പറഞ്ഞാൽ 2 × 2.5 പോസിറ്റീവാണ്. 2.5 മൈനസ് 3 ചെയ്താൽ നെഗറ്റീവാണ് ലഭിക്കുക. 2.5 പ്ലസ് 2 ചെയ്താൽ പോസിറ്റീവാണ് ലഭിക്കുക. ഇഫക്റ്റിൽ 2x ബൈ എക്സ് മൈനസ് 3 × എക്സ് പ്ലസ് 2 ചെയ്താൽ നിങ്ങൾക്ക് പോസിറ്റീവ് ബൈ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, അതായത് ഒരു നെഗറ്റീവ് വാല്യൂയിലേക്കാണ് അത് ടെൻഡ് ചെയ്യുന്നത്. സോ വി മേ കൺക്ലൂഡ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന രണ്ട് ലിമിറ്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി മേ കൺക്ലൂഡ് ദാറ്റ് എക്സ് ഈക്വൽ ടു 3 ഇസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഓഫ് ദ ഗിവൺ ഗ്രാഫ്. സോ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിൻറ്റ്സ് ആണ്. എന്നിട്ട് നമ്മൾ ആ പോയിന്റിലുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുന്നു. ദെൻ ഇവിടെ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ 0 ആവുന്ന ഒരു പോയിന്റ് കൂടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അത് എക്സ് ഈക്വൽ ടു -2 ആണ്. സോ നമുക്ക് ആ പോയിന്റ് കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ വി കൺസിഡർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 പ്ലസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 മൈനസ് എഫ് ഓഫ് എക്സ്. സോ അഗെയിൻ നമുക്ക് ആ ഫംഗ്ഷനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. 2x എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 2. എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. സോ -2 എന്ന നമ്പറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ -2 -1.5 എടുത്തു കഴിഞ്ഞാൽ അത് -2ൻ്റെ റൈറ്റ് സൈഡിലുള്ള നമ്പറാണ്. സോ എക്സിന് -1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2x നെഗറ്റീവാണ് വരിക. -1.5 -3 ചെയ്താൽ എഗെയിൻ നെഗറ്റീവാണ്. -1.5 പ്ലസ് 2 ചെയ്താൽ അത് പോസിറ്റീവാണ്. ഇഫക്റ്റിൽ നമുക്ക് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ദെൻ പോസിറ്റീവ്, ഇഫക്റ്റിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പറാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലഭിക്കാം. സോ വി കൺക്ലൂഡ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. സോ -2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -2.5 കൊടുത്തു എന്ന് വിചാരിക്കാം. എക്സിന് -2.5 കൊടുത്താൽ 2x നെഗറ്റീവാണ്. -2.5 -3 ചെയ്താൽ അത് നെഗറ്റീവാണ്. -2.5 പ്ലസ് 2 ചെയ്താൽ അതും നെഗറ്റീവാണ്. ഇഫക്റ്റിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നെഗറ്റീവായിട്ടൊരു വാല്യൂ ആണ് ലഭിക്കുക. സോ ഹിയർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻഫിനിറ്റി. So you may conclude that since both these limits are infinity and negative infinity, we may conclude that x equal to 2 is a vertical asymptote. So this graph has two vertical asymptotes, x equal to 3 and x equal to 2. So this is actually the graph of the given function. നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് 3 എന്ന പോയിന്റ്. എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഈ വെർട്ടിക്കൽ ലൈന് ഈ ഗ്രാഫിന് വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണ്. ഇനി എക്സ് ഈക്വൽ ടു -2 എന്ന വെർട്ടിക്കൽ ലൈന് നോക്കുക. അതും ഈ ഗ്രാഫിന് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഇൻഫിനിറ്റിയാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 മൈനസ് എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റിയാണ്. ഓക്കെ, സോ ദ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഓഫ് ദ ഗിവൺ ഗ്രാഫ് ആർ എക്സ് ഈക്വൽ ടു 3 ആൻഡ് എക്സ് ഈക്വൽ ടു 2. നമ്മൾ ഗ്രാഫ് വരയ്ക്കാതെ തന്നെ ഇവിടെ നമ്മളത് കണ്ടുപിടിച്ചു. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ് ഓഫ് ദിസ് ഗ്രാഫ്. For that we consider limit x tends to infinity f of x. So this is equal to limit x tends to infinity. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കിയാൽ x² ആണ് ഹയസ്റ്റ് ഡിഗ്രി വരുന്ന ടേം ഉള്ളത്. സോ വി ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ x². So it becomes 2x by x² becomes 2 by x. Divided by x² is 1 minus 1 by x minus 6 by x square. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലെ എല്ലാ ടേംസിനെയും നമ്മൾ x² കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ലിമിറ്റ്? 2 by x tend to 0, 1 by x tend to 0 and 6 by x² tend to 0 as x tends to infinity. So what remains is 0 by 1.
that's equal to 0. So here limit x tend to infinity f of x exists and the limit equal to 0. So we may conclude that y equal to 0 is a horizontal asymptote. Here you may note that limit x tend to minus infinity f of x is also equal to 0 itself. Therefore the graph has only one horizontal asymptote which is y equal to 0. So ഇതായിരുന്നു നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. അതിൽ നോക്കിയാൽ y equal to 0, അതായത് x ആക്സിസ് ആണ് ഈ ഗ്രാഫിൻ്റെ ആകെയുള്ള ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിട്ട് കാണുന്നത്. As x tends to infinity, f of x tend to 0. At x tends to minus infinity also, f of x tend to 0. So the line y equal to 0 is the only horizontal asymptote of this graph. One more problem, problem 56. F of x equal to 2x cubed divided by square root of 3x raised to 6 plus 2. First of all, let us find the vertical asymptotes. Here you may note that the denominator of this function never equal to 0 for any real number x. Just consider 3x raised to 6 plus 2 equal to 0. Then what happens? 3x raised to 6 equal to negative 2 and x raised to 6 equal to minus 2 by 3. So there is no real number x satisfying this equation. So the denominator of this function is never equal to 0. So there is no real number a such that limit x tends to a f of x equal to infinity. x ന് നിങ്ങൾ ഇവിടെ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും f of x ഡിനോമിനേറ്ററിൽ ഇവിടെ 0 വരാത്തത് കൊണ്ട് ഈ ഫംഗ്ഷൻ ഒരിക്കലും ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യില്ല. എക്സിന് ഏത് നമ്പറിലേക്ക് ടെൻഡ് ചെയ്താലും എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യില്ല. ഇത്തരത്തിലൊരു എ നമുക്ക് കണ്ടുപിടിക്കാനാവില്ല. സോ ദിസ് ഫംഗ്ഷൻ ഹാസ് നോ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ്. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ്. To get the horizontal asymptote, we check the degree of the numerator and denominator. ഇവിടെ x cube ആണ്, താഴെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 6 ആണ്. സോ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ് ക്യൂബ് ആയിട്ട് മാത്രമേ ഇഫക്റ്റിൽ ഇവിടെ വരുന്നുള്ളൂ, ഹയസ്റ്റ് ഡിഗ്രി. സോ യു ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എക്സ് ക്യൂബ്. സോ ന്യൂമറേറ്റർ ബിക്കംസ് 2. 2 ഡിവൈഡഡ് ബൈ 1 by x cube into square root of 3x raised to 6 plus 2. So we consider two cases. When x greater than 0, we are going to find limit x tends to infinity f of x. When x greater than 0, 1 by x cube is also equal to square root of 1 by x raised to 6. So we may say limit x tends to infinity f of x equal to limit x tends to infinity. In the place of 1 by x cube, I may write 1 by, here we have 2 divided by, in the place of 1 by x cube, I have square root of 1 by x raised to 6 into square root of 3x raised to 6 plus 2. So we have limit x tends to infinity, 2 divided by square root of 3x raised to 6 by x raised to 6 is 3 plus 2 by x raised to 6. So as x tends to infinity, 2 by x raised to 6 tend to 0. So here we are considering x raised to plus infinity. Okay. So the limit becomes 2 by root 3. Now we consider the case when x less than 0. We are going to find limit x tends to minus infinity f of x. So when x less than 0, 1 by x cube is equal to minus root of 1 by x raised to 6. ഇതിൻ്റെ ലോജിക്ക് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഇസ് നെഗറ്റീവ് എക്സ്. അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ വി ഹാവ് 1 by x cube equal to minus 1 by root of 1 by x raised to 6. Okay. So we consider limit x tends to negative infinity f of x equal to limit x tends to negative infinity 2 divided by, in the place of, in this function, in the place of 1 by x cube, we have minus 1 by root x raised to 6 into root of 3x raised to 6 plus 2. Okay, so this is f of x now. So this is equal to minus 2 divided by square root of 3 plus 2 by x raised to 6. x raised to 6 കൊണ്ട് നമ്മൾ ഈ രണ്ട് ടേംസിനെ ഡിവൈഡ് ചെയ്തു. So here I have limit x tends to negative infinity of this function. So this is equal to
When x tends to negative infinity, 2 by x raised to x 10 to 0, x raised to 6 10 to 0. So again the limit equal to negative 2 by root 3. So the horizontal asymptotes are given by y equal to 2 by root 3 and y is equal to negative 2 by root 3. So these are the horizontal asymptotes of the given graph. So this was the graph of the function 2x cubed by square root of 3x raised to 6 plus 2. So you may note that this graph has no vertical asymptotes and the horizontal asymptotes are y equal to 2 by root 3. So this is one of the horizontal asymptote. Another horizontal asymptote is y is equal to minus 2 by root 3.